ഹലോ കൂട്ടുകാരെ, നാട്ടുമ്പുറത്തുകാരൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ കാണുന്നത് ഞാൻ സ്വന്തമായിട്ട് തന്നെ ലെയർ ചെയ്തെടുത്ത ഒരു N18 റംബൂട്ടാൻ്റെ തൈയാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 4 അടിയോളം വളർച്ച എത്തിയിട്ടുണ്ട്. തറയിൽ നട്ടിട്ടൊരു 3 മാസം കഴിഞ്ഞതേ ഉള്ളൂ, 3-4 മാസത്തിനടുപ്പിച്ചായതേ ഉള്ളൂ. ഒരു തൈ ഉണ്ടാക്കി നമ്മൾ ഗ്രോ ബാഗിലൊക്കെ ആക്കി എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 2 മാസത്തോളം സമയം എടുക്കും കേട്ടോ. 2 മാസം അല്ല, സോറി തെറ്റിപ്പോയി. ഒരു 3 മാസം തന്നെ നമുക്ക് ലെയർ ചെയ്ത് വരാകുമ്പോൾ തന്നെ ഒരു 3 മാസം എടുക്കും. പിന്നെ അത് കഴിഞ്ഞ് 1 മാസം കൂടി നമ്മൾ തണലത്ത് വെച്ചും ഇളം വെയിലൊക്കെ വച്ചിട്ടൊക്കെ ശേഷമാണ് നമ്മൾ തൈ ആക്കി നമുക്ക് തറയിൽ നടാൻ പറ്റുന്നൊരു പാകമാക്കി എടുക്കുന്നത്. ഇതിൻ്റെ കുഞ്ഞ് തൈക്ക് നഴ്സറിക്കാർ മേടിക്കുന്നത് തന്നെ ഒരു 350 രൂപ 400 രൂപയൊക്കെയാണ്. അതായത് ഏകദേശം 1 അടിക്ക് താഴെയുള്ള തൈക്കാണ് ഞാൻ ഈ പറഞ്ഞത്. അത്രയും വിലയുണ്ട് ഇതിൻ്റെ തൈക്ക്. കുറച്ചൊക്കെ ഞാൻ കിട്ടുന്ന പണിയും ബയോഗ്യാസിൻ്റെ പണിയായിട്ടൊക്കെയാണ് ഞാൻ നടക്കുന്നത്. നമുക്ക് സമയം കിട്ടുമ്പോഴുള്ള ചെറിയ നമ്മളെ ഹോബികളാണ് ഇതൊക്കെ. ഇതുപോലെ നമ്മൾ കുറേ തൈ ഉണ്ടാക്കിയിട്ടുണ്ട്. മഴക്കാലത്തേ ചെയ്യാവൂ. മഴക്കാലത്ത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു 100% സക്സസ് എന്ന് പറയാൻ പറ്റുള്ളൂ. എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാ സാധാരണക്കാർക്കും ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊരു 1 ഇഞ്ച് അകലത്തിൽ ഒന്ന് തൊലി, ഒരു 1 ഇഞ്ച് അകലത്തിൽ ഒരു 1.5 ഇഞ്ച് അകലത്തിലോ കുറച്ച് തൊലി ചെത്തി കളഞ്ഞിട്ട് അതിൻ്റെ വഴുമ്പലെല്ലാം ചെത്തി കളഞ്ഞിട്ട് ഇത്തിരി ചകിരിച്ചോറും മണ്ണും ഒക്കെ പൊടി മണ്ണായിരിക്കണം. എന്നിട്ട് അതിനെ നനച്ചിട്ട് പൊടി മണ്ണെന്ന് ഉദ്ദേശിക്കുന്നത് കല്ലൊന്നുമില്ലാത്ത മണ്ണാണ്. ചെറുതായിട്ട് നനച്ചിട്ട് അവിടെ നമ്മൾ വെച്ച് കെട്ടി കൊടുത്താൽ ഒരു പ്ലാസ്റ്റിക് കുപ്പിയോ ഒരു പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും വെച്ചിട്ട് കെട്ടി കൊടുത്താൽ ഈ വേര് പുറത്ത് കാണുന്ന രീതിയിലാകുമ്പോഴത്തേനും നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കട്ട് ചെയ്തെടുത്തതിന് ശേഷം തണലത്ത് വെച്ച് ഒരു 20 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു 10 ദിവസം ഇളം വെയിലത്ത് വെച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് തറയിൽ വയ്ക്കാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു തൈയാണ്. ഇത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്, ഒരു സുഖമുണ്ട്. ഇത് കായ കിട്ടുമ്പോഴത്തേനും നമുക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ചാനൽ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.